ഹായ് എല്ലാവർക്കും നമസ്കാരം. ടൈം ഫ്രെയിമുകൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ. ടൈം ഫ്രെയിമിനെ പറ്റി കൃത്യമായി അറിയുന്നവർക്ക് ഈ വീഡിയോ കാണണമില്ല, അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ, നിങ്ങൾ സ്വിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 ഡേ ആയിരിക്കണം കേട്ടോ. നിങ്ങൾ 1 ഡേ ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് വേണം ചാർട്ടിനെ അനലൈസ് ചെയ്യാനായിട്ട്. എന്നാൽ നിങ്ങളൊരു പൊസിഷൻ ട്രേഡർ ആണെങ്കിൽ, പൊസിഷൻ ട്രേഡ് എന്ന് പറയുമ്പം നമ്മൾ ട്രേഡൊക്കെ എടുത്ത് ഒരാഴ്ച ഒന്നരാഴ്ചയൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ നോക്കുന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. 1 ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മൾ 1 ഫ്രെയിമിലായിരിക്കണം നമ്മൾ ചാർട്ടിനെ അനലൈസ് ചെയ്യുന്നത്. ഇനി ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആയിരിക്കണം. നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മൾ ചാർട്ടിനെ അനലൈസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രാഡേയിൽ നമുക്ക് എൻട്രികൾ വളരെ പെട്ടെന്ന് കിട്ടണം. മാർക്കറ്റ് വളരെ കുറച്ച് പോയിൻറ്റ്സുകൾ മാത്രം മൂവ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എൻട്രികൾ വളരെ നേരത്തെ കിട്ടണമെങ്കിൽ മാത്രമേ നമുക്ക് ആ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇൻട്രാഡേ ചെയ്യാനായിട്ട് 5 മിനിറ്റ്, ഇൻട്രാഡേ ചെയ്യാൻ 5 മിനിറ്റ്, പൊസിഷണൽ ട്രേഡ് ചെയ്യാനായിട്ട് 1 അവർ. ഇനി നിങ്ങൾ സ്വിങ് ആണ് ചെയ്യുന്നതെങ്കിൽ സ്വിങ് ചെയ്യുമ്പോൾ 1 ഡേ. ഇത്തരത്തിൽ 3 ടൈം ഫ്രെയിമുകളാണ് നമുക്ക് മെയിൻലി ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ പല മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് ചാർട്ട് അനലൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ ഏത് ടൈം ഫ്രെയിമാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ 5 മിനിറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ട്രെൻഡ് അതായിരിക്കും. എന്നാൽ നിങ്ങൾ 1 അവറിലേക്ക് പോകുമ്പോൾ എന്താണ്, ട്രെൻഡ് വേറെയായി. നിങ്ങൾ 5 മിനിറ്റിലാണ് എൻട്രി എടുക്കുന്നത്, 1 അവർ പോയി അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യൂ ചേഞ്ച് ആയി. പിന്നെ നിങ്ങൾ 4 അവറിലേക്ക് പോകുമ്പോൾ അവിടെയും വ്യൂ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം എന്താണ്, 5 മിനിറ്റിലെ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ബെയറിഷാണ്. നമ്മൾ മറ്റൊരു ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിയുമ്പോൾ, നമ്മൾ 4 അവറിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് നോക്കാം 4 അവറിൽ എന്താ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. 4 അവറിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണ്, മാർക്കറ്റ് ഒരു 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 സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഹോൾഡ് ചെയ്യുകയാണല്ലേ. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓരോ ടൈം ഫ്രെയിമിനും അനുസരിച്ച് മാർക്കറ്റിലെ മൊമെൻറ്റവും വ്യൂവും മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ പർട്ടിക്കുലറായിട്ട് ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ ടാർഗറ്റുകൾ വ്യത്യാസം വരും, സ്റ്റോപ്പ് ലോസുകൾ വ്യത്യാസം വരും. അതുകൊണ്ട് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ട്രേഡിങ്ങിൽ. നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 5 മിനിറ്റും, പൊസിഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 അവറും, എന്നാൽ നിങ്ങൾ സ്വിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1 ഡേ ടൈം ഫ്രെയിമുമാണ് ഉപയോഗിക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.